ഗൈസ് ഇപ്പം നമ്മൾ അമ്പലത്തിലേക്ക് പോകേണ്ടത് നമ്മുടെ വേലയാണ്. കാരണം നമ്മൾ എന്നും നേരത്തെ അമ്പലത്തിൽ പോകാറുണ്ട്. പക്ഷെ ഇത് കൊമരിപ്പിള്ളേർ വന്നപ്പോൾ വട്ടത്തിൽ തിരിഞ്ഞിട്ട് നല്ല ഡിലേ ആയിട്ടുണ്ട്. അത്ര കടകളൊന്നും വന്നിട്ടില്ലേ. തൊഴുതിറങ്ങേണ്ടി നമ്മൾ നേരെ പോയത് നമ്മുടെ ആനക്കുട്ടപ്പനെ കാണാനായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് അമ്പലത്തിന്റെ അടുത്ത് തന്നെയുള്ള ഒരു ഇതിലാണ്, ആ അമ്പലപ്പറമ്പിൽ തന്നെയാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പൊ ആനപ്രേമിയൊന്നും അല്ല, എങ്കിലും തന്നെ അതിനെ കാണുമ്പോൾ ഒരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ അതെന്റെ അനിയന്റെ കയ്യിൽ ഫോൺ കിട്ടിയപ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീടെത്തി ഉള്ളിലേക്ക് പൊളിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട്. കാരണം നമ്മൾ ഉച്ചയ്ക്കും വൈകുന്നേരത്തേക്കുള്ള ഫുഡൊക്കെ വെക്കണമല്ലോ. ചിക്കനും നെയ്ച്ചോറും ചിക്കൻ ഭയങ്കര വെയിലാണ് കേട്ടോ. ഭയങ്കര വെയിലാണ്. ഫുഡ് കഴിക്കാൻ പോകാണ് കേട്ടോ. എനിക്ക് മീശ വരുന്നുണ്ട് കേട്ടോ കുറച്ച്. ഉണ്ടായിരുന്നു അതല്ലേ നല്ല ക്ലിയർ ആയിരുന്നു ഐഫോണിൻ്റെ. ഭയങ്കര ചൂടാണ് ഗൈസ്. ഇതെന്താ ഇവിടെ ബിരിയാണിൻ്റെ മണം വരുന്നേ? അത് ഇന്നലെ വന്നു. കുറച്ചും കൂടെ തരും, കുറച്ച്. അപ്പൊ കറിയും തോരനൊക്കെ വന്ന് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാനുണ്ട്. അപ്പൊ നല്ലൊരു സദ്യയായിരുന്നു. അത് കണ്ട ഞാൻ കുഴിയൊക്കെയായി സാമ്പാർ ഒഴുക്കി ചേച്ചി എന്ന് വേണ്ടി പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം മേളം കണ്ടായി. ആന തിടമ്പെടുത്തിട്ട് നിൽക്കുന്നതും അതൊക്കെ ആയിട്ട്. അപ്പൊ എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ചൂടായിരുന്നു. എനിക്ക് അതിനകത്ത് നിൽക്കാൻ ഇപ്പോൾ ഒന്നാമത് വയറ് നിറച്ച് ഫുഡും കൂടെ കഴിച്ചിട്ട് എനിക്ക് അതിനകത്ത് നിൽക്കാൻ അധികം നേരം ഇങ്ങോട്ട് നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ കയ്യില് കുഞ്ഞ ചേച്ചിയുടെ കുട്ടി ഉണ്ടായതുകൊണ്ട് ആന നമ്മളിവിടെ അല്ലേ ചളിയായിട്ടാ? ആ ഗൈസ്, ചളിയായിട്ട് ആനനെ കുളിപ്പിക്കാൻ വേണ്ടി പോകാം. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആനന്റെ കുളിസീനാണ് കേട്ടോ. ആ പൈപ്പിൽ നിന്ന് ഒരു കുടം വെള്ളമൊക്കെ അതിന്റെ തുമ്പിക്കൈയിൽ കൊണ്ടിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ അത് അതിന് ആദ്യം ദാഹം ഉണ്ടെന്ന് തോന്നുന്നു. വെയിലല്ലേ, ഐ മീൻ വേനൽക്കാലം അല്ലേ. ആന കുളിക്കുകയായിരുന്നില്ലേ. എന്താ എന്ത് ആന? ഓക്കെ. ഒന്നും അറിയില്ലേ. അവളെന്തിനാ പോയത്? ഇതാണ് കുറുവാ സംഘം. ഇതാണ് ഹെഡ് തലവൻ. ഇത് ഇളയ സ്വന്തം. വായിലിട്. കൈ കഴുകാതെ കുറച്ച് കൈ വെള്ളം ഒഴുക്കി. നിന്റെ പ്രസവിച്ചത്. ഹായ് അപ്പാ. ഹായ് പറയപ്പാ. അപ്പം വരുമ്പോ നമുക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇത് കൊണ്ടുവരട്ടാ. ബാബാൻ ചിലപ്പോഴേ വരില്ല അത്ര. അവളെന്ത് ചെയ്യണ? ഹായ് സുന്ദരി. ആരെടുക്കും ഫോട്ടോ? അയ്യോ ഞാൻ എടുക്കില്ല. സ്രൂ വന്നിട്ട് എടുക്കും.
ഇത് വീഡിയോ ആണ്. ഇത് ഫുള്ള് നമ്മുടെ ആൾക്കാരാണ്. ഇങ്ങനെയാണ് വേല കാണാൻ പോവാ. അല്ല വിഷുവിന്റെ ഒക്കെ വരുന്നേ ഉള്ളൂ. വിഷു കഴിഞ്ഞിട്ട് നമ്മൾ ഈ നെക്സ്റ്റ് വീഡിയോ ഇതായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ അമ്പലം എത്തിയിട്ട് അമ്പലത്തിൽ ഇവിടെ നിൽക്കുന്ന എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛനായിട്ട് മുല്ലപ്പൂ വിൽക്കാൻ വേണ്ടി നിൽക്കാനായിട്ട്. ആള് രാവിലെ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ അമ്പലം. പിന്നെ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോ കൈകൊട്ടിക്കളി അങ്ങനെ എന്തൊക്കെയൊക്കെ സംഭവങ്ങളായിരുന്നു. അപ്പൊ ഞാൻ അത് കുറച്ചു നേരം കേൾക്കുന്നത്. സൗണ്ട് വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് കോപ്പറേറ്റിംഗ് വരുന്നതുകൊണ്ടാണ് ഞാനിപ്പോ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞതാ ഞാൻ എന്തെങ്കിലും പഠിച്ചുപോയായിരുന്നു കേട്ടോ. അത് ഭയങ്കര ചൂടായതുകൊണ്ട് എൻ്റെ മേക്കപ്പ് കൊലിച്ച് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ഇപ്പൊ നല്ലതായിട്ട് എന്താ പറയുക, കറുത്ത് പോയൊരു ഫീലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ജംഗ്ഷനിലേക്ക് പോവാണ് കേട്ടോ. ജംഗ്ഷനിലേക്ക് പോയി അവിടെ നിന്ന് നമ്മൾ വേലൻ്റെ കൂടെ അമ്പലത്തിലേക്ക് വരും. അങ്ങനെയാണ് ശരിക്കും ഒരു കേട്ടോ. ചിലർക്ക് വേലാഭരണം അറിയില്ലായിരിക്കും. പൂരം, നമ്മുടെ ഇവിടെ പൂരം. അപ്പൊ ഞാൻ കണ്ടവിടെ നിന്നൊക്കെ ഓരോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഐസ്ക്രീം കാളെന്നൊക്കെ പറഞ്ഞിട്ട് കഴിക്കാം. ഇതാണ് നമ്മുടെ പന്തൽ കേട്ടോ. ജംഗ്ഷനിലെ പന്തൽ ഇതാണ്. ഇവിടെയാണ് വേല വന്നത്. ഇവിടെ നിന്നാണ് ഞാൻ എൻ്റെ ഈ 22 വർഷത്തിൽ ഞാൻ ഇതുവരെ ആയിട്ട് ജംഗ്ഷന്റെ അപ്പുറത്തേക്ക് വേല കാണാൻ പോയിട്ടുണ്ട്. കാരണം വേല ജംഗ്ഷനിലേക്ക് വരും. അതാണ് നമ്മുടെ സ്പോട്ട്. എന്നിട്ട് അവിടെ നിന്ന് അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതൊന്നല്ല അതായത് നമ്മുടെ ഒരു പോലീസ് വണ്ടിക്ക് അവിടെ നിൽക്കുന്നത്. കുറച്ച് പോലീസ് അവരുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പ്രൊട്ടക്ഷൻ ആണല്ലോ അവർ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ആർക്കെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അത് കഴിഞ്ഞ് നമ്മളിത് ആ വേല വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ കാവടിയും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുണ്ടായത്. പിന്നെ ഇതൊക്കെ ഫുള്ള് നമ്മുടെ അവിടെ തന്നെയാണ്. പിന്നെ വണ്ടി ബ്ലോക്ക് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ വളണ്ടിയേഴ്സ് ആണെങ്കിലും അവരാണെങ്കിലും സാർമാരാണെങ്കിലും തന്നെ എല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ചേട്ടൻ നമ്മുടെ അവിടുത്തെ പോലീസാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് ഇവിടെ സെക്ഷനായിട്ട് വരുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാനുണ്ടാവും. കാരണം അവർ കമ്മിറ്റി ആണെന്നൊക്കെ അല്ല, കമ്മിറ്റി ആണ്. അപ്പോൾ ഞാൻ ഇവനെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ ഏതാ ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ശിങ്കാരിമേളവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ ഒരു തെയ്യമല്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓരോരോ ഇതിൻ്റെയൊക്കെ ആയിട്ട്. പിന്നെ വണ്ടിവേഷവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുന്ന് കുറേ നേരം കൊട്ടി കഴിഞ്ഞിട്ടാണ് അമ്പലത്തിന്റെ അങ്ങോട്ടേക്ക് നടക്കുക കേട്ടോ. വണ്ടിവേഷം ഉണ്ട്. ഗണപതിയാണ് കേട്ടോ. കാണുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. എന്നോട് ഹായ് എന്ന് പറയുന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ ഇവിടെ എത്തി. ഏകദേശം നമ്മുടെ വീടിന്റെ അമ്പലത്തിന്റെ സൈഡ് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആന പറയൊക്കെ എടുക്കും. ഞാൻ അതിന് നിന്നില്ലായിരുന്നു കേട്ടോ. കാരണം നല്ല തിരക്കായിരുന്നു. അപ്പൊ നമ്മൾ നേരെ അമ്പലത്തിൽ പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ വേല എന്തായാലും കാവ് കയറിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം എല്ലാം ഇവിടെ നിന്ന് ഒറ്റ കൊട്ടായിരിക്കും കേട്ടോ. ശിങ്കാരിമേളവും പഞ്ചവാദ്യം എല്ലാം ഇവിടെ ഒറ്റ കൊട്ടായിരിക്കും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മൾ പടക്കം കൂടെ പൊട്ടിച്ച് കഴിഞ്ഞ്